everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നീറ്റ് അതുപോലെ തന്നെ JEE ഇതുപോലെയുള്ള എക്സാംസിന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. സോ അതിനേക്കാളും മുന്നേ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. യെസ്, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ. ഓക്കെ, എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഉണ്ട്. എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഉണ്ട്. അത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓക്കെ, ലോജിസ്റ്റിക് ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ലിമിറ്റഡ് ഗ്രോത്ത്, 1 and 2 both. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ നമുക്ക് 2 ടൈപ്പ് ഗ്രോത്ത് കർവ് ആണ് കാണാൻ പറ്റുക. ഒന്ന് ജെ ഷേപ്ഡ് കർവും ഇനി ഒന്ന് എസ് ഷേപ്ഡ് കർവും അല്ലെ. സോ ഈ ജെ ഷേപ്ഡ് കർവ് ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുക? എക്സ്പോണൻഷ്യൽ അല്ലെ, എക്സ്പോണൻഷ്യൽ. അതുപോലെ തന്നെ എസ് ഷേപ്പിലുള്ള കർവ് നമുക്ക് കാണാൻ പറ്റുന്നത് ലോജിസ്റ്റിക് ഗ്രോത്തിൽ അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്കോറൈസേ ആർ ദി എക്സാമ്പിൾ ഓഫ്. സോ മൈക്കോറൈസേ എന്ന് പറയുന്നത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? പോപ്പുലേഷൻ ഇന്ററാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അമെൻസലിസം, ആന്റിബയോട്ടിക്, മ്യൂച്വലിസം, പാരാസൈറ്റിസം. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അമെൻസലിസം എന്ന് പറയുമ്പോൾ ഒരെണ്ണം മൈനസ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസമിന് കിട്ടുക. ഇനിയൊരു ടൈപ്പ് ഓർഗാനിസം, അതായത് സ്പീഷീസ് ബിക്ക് നൈദർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് അല്ലെ. സോ രണ്ടാമത്തത് ആന്റിബയോട്ടിക് അല്ലെ. ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോഴും സെയിം തിങ് അല്ലെ. അമെൻസലിസമിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. അടുത്തത് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ട് സ്പീഷീസ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ 2 സ്പീഷീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ഇന്ററാക്ഷൻ ആണ്, 2 സ്പീഷീസിനും പ്ലസ് ആണ്. ആൻഡ് പാരാസൈറ്റിസം എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്, അതായത് ഒരു സ്പീഷീസിന് ബെനിഫിറ്റും അടുത്ത സ്പീഷീസ് അതിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന അടുത്ത സ്പീഷീസ്, വേറെ ഇനിയൊരു സ്പീഷീസ് ഉണ്ടാവില്ല, ആ സ്പീഷീസിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നത്. സോ ഇതിൽ ഏതായിരിക്കും മൈക്കോറൈസേ? ഏതായിരിക്കും മൈക്കോറൈസേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലെ. റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് പ്ലസ് ഇന്ററാക്ഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് പ്ലസ് ഏതാണ്? ഫംഗൈ ആണ് അല്ലെ. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫംഗൈനും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്താണ് ബെനിഫിറ്റ്? ഫുഡ് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട് അല്ലെ. ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്. അതായത് ഹയർ പ്ലാന്റ്സ് എന്ത് കൊടുക്കുന്നുണ്ട്? ഫുഡ് കൊടുക്കുന്നുണ്ട് ഫംഗൈക്ക് അല്ലെ. അതുപോലെ തന്നെ ഫംഗൈ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട്. എന്താണ് കൊടുക്കുന്നത്? വാട്ടറും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഈസി ആയിട്ട് റൂട്ടിന് കിട്ടുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഏതായിരിക്കും ഇന്ററാക്ഷൻ? ദ റൈറ്റ് ആൻസർ ഈസ് സി അല്ലെ. നെക്സ്റ്റ്, ഇൻ ക്ലോറോപ്ലാസ്റ്റ് ദ ഹയർ നമ്പർ ഓഫ് പ്രോട്ടോൺ ആർ ഫൗണ്ട് ഇൻ. സോ ഇവിടെ ക്ലോറോപ്ലാസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇന്നർ മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റും, അതിനകത്ത് ഒരുപാട് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഗ്രാന എന്ന് വിളിക്കും അല്ലെ. സോ ഈ ഒരു റീജിയനിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ് അല്ലെ. സോ ഈ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരുപാട് റിയാക്ഷനകത്ത്, അതായത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും ഇങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു റിയാക്ഷന്റെ ഇടയിൽ ഒരു കുഞ്ഞു റിയാക്ഷനും കൂടെ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോലൈസിസ്. ഫോട്ടോലൈസിസ് എന്ന് വിളിക്കും. സോ ഈ ഫോട്ടോലൈസിസിൽ എന്താണ് സംഭവിക്കുന്നത്? സി, വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? 2H+, അതായത് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് നേസന്റ് ഓക്സിജൻ, ഹാഫ് നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. സോ ഇതാണ് ഒരു വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു വാട്ടർ സ്പ്ലിറ്റിംഗ് എവിടെയാണ് സംഭവിക്കുക? ദാറ്റ് ഈസ് ലൂമൻ. ഏതിന്റെ ലൂമൻ? സോ തൈലക്കോയിഡിന്റെ ലൂമനകത്താണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ കാണാൻ പറ്റുന്നത് അല്ലെ. സോ ലൂമനകത്താണ് ഏറ്റവും കൂടുതൽ H+ അയോൺസ് കാണാൻ പറ്റുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ലൂമൻ ഓഫ് തൈലക്കോയിഡ്. ഓക്കെ,
യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കെൽവിൻ സൈക്കിൾ ടു ഫോം 1 molecule of glucose to many ATP and NADP molecule are utilized. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ആകാൻ ഒരുപാട് ATP യും NADP യും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ എത്ര ATP യും എത്ര NADP മോളിക്യൂൾ ആണ് ഒരു ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ആവാൻ യൂസ് ചെയ്യുന്നത്? ഒരു ടാബ്ലർ കോളമിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു ടാബ്ലർ കോളം ഉണ്ട്, ആ ടാബ്ലർ കോളമിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? 12 ATP 9 NADPH, 6 ATP 4 NADPH, 18 ATP 12 NADPH, 20 ATP 24 NADPH. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒരു ടാബ്ലർ കോളമിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 18 ATP and 12 NADPH. സോ C3ക്ക് ഇത്രയും ATP വേണം. C3 പ്ലാന്റ്സിൽ ഇത്രയും ATP വേണം, എങ്കിൽ മാത്രമേ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In photosynthesis, the light independent reaction takes place at. Okay, light independent reaction ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Light independent എന്ന് പറയുമ്പോൾ C3, okay, C3 സൈക്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡാർക്ക് സൈക്കിൾ എന്ന് വിളിക്കും അല്ലെ. ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കെൽവിൻ സൈക്കിൾ. ഓക്കെ, കെൽവിൻ സൈക്കിൾ എന്ന് വിളിക്കും അല്ലെ. സോ ഈ ഒരു റിയാക്ഷന് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് ഈ കെൽവിൻ സൈക്കിൾ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി താലക്കോയിഡ്, ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2, സ്ട്രോമൽ മാട്രിക്സ്. സോ ഏത് റീജിയനിലാണ്, ക്ലോറോപ്ലാസ്റ്റിലെ ഏത് ഭാഗത്താണ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്? സി ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അത് താലക്കോയിഡിലാണ് അല്ലെ, താലക്കോയിഡിലാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് ഇൻഡിപെൻഡന്റ് ഡാർക്ക് റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? സ്ട്രോമൽ മാട്രിക്സ്. ഓക്കെ, സ്ട്രോമ. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിലെ ആ ലിക്വിഡ് കണ്ടന്റ് ഇല്ലേ, ക്ലോറോപ്ലാസ്റ്റിലെ ലിക്വിഡ് കണ്ടന്റ്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരുപാട് ഗ്രാനാസ് കാണാൻ പറ്റും. ഇത് എന്താണിത്? സ്ട്രോമ ലാമല. സോ ഇവിടെയുള്ള ഈ ലിക്വിഡ് കണ്ടന്റ്, സോ ഈ സ്ട്രോമ ലാമലയും അതുപോലെ തന്നെ ഗ്രാനൈന്റെയും നടുവിൽ ഒരുപാട് ലിക്വിഡ് കണ്ടന്റ്, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് പോലെ തന്നെയുള്ള ഒരു കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും, ഒരു ഫ്ലൂയിഡ് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രോമ എന്ന് വിളിക്കും. ആ സ്ട്രോമയ്ക്കകത്താണ് ഈ കെൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്. സോ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ MVSATലേക്ക് രജിസ്റ്റർ ചെയ്യുക. എന്താണ് MVSAT? മെഗാ വേദാന്ത സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് വേണ്ടി വേദാന്ത ഒരുക്കിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ലിങ്ക് കാണാൻ കിട്ടും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 2 തൊട്ട് ഡിസംബർ 10 വരെയാണ് എക്സാം നടക്കുക. സോ ഇനി ആകെ 3 ദിവസം കൂടിയേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈം ഉള്ളൂ. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. സോ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി തൊട്ട് 12th, അത് നീറ്റ് ആസ്പിറന്റ് ആണെങ്കിലും JEE ആസ്പിറന്റ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് എടുക്കാം. സോ അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ ഇതൊരു ആൾ ഇന്ത്യ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഒരു വലിയ, അതായത് നിങ്ങളുടെ നീറ്റ് അതുപോലെ തന്നെ JEE ഒക്കെ എഴുതാൻ പോകുന്ന പിള്ളേരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ്റെ ഒരു സാമ്പിൾ പോലെ ആയിരിക്കും ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 തൊട്ട് 10 വരെ നടക്കുന്ന എക്സാമിനേഷനിൽ ഏതെങ്കിലും ഒരു ദിവസം 1 hour ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അപ് ടു 100% സ്കോളർഷിപ്പിലൂടെ, ഓക്കെ, അപ് ടു 100% സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് വേദാന്തു പ്ലാറ്റ്ഫോമിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതുമാത്രമല്ല ടോപ്പ് സ്കോറർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ ഓഫ്ലൈൻ എക്സാമിനേഷൻ എഴുതുന്നില്ല, നമ്മൾ എല്ലാവരും, അതായത് കേരളത്തിലുള്ള പിള്ളേരൊക്കെ എഴുതാൻ പോകുന്നുള്ളത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ബിക്കോസ് സോ നമുക്ക് ഓഫ്ലൈൻ സെൻറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും നിയർ ബൈ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിനേഷൻ സെൻറ്റർ ഉള്ള ഭാഗത്തിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക്
എന്താ ഓഫ്ലൈൻ എക്സാമിനേഷൻ എടുക്കുക. എക്സാമിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ 5 days നിങ്ങൾക്ക് ഇസ്രോയിൽ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ നിങ്ങൾ പോയിട്ട് അടിപൊളിയായിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാൻ പറ്റും. ഫുള്ളി പെയ്ഡ്, അതായത് വേദാന്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ചിലവൊക്കെ നോക്കും. സോ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, സോ അത് മാത്രമല്ല നെക്സ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്, അതായത് വേറെയും ഒരുപാട് റിവാർഡ്സ് ഉണ്ട്. സോ ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ കാര്യമാണ്. അതായത് ഓഫ്ലൈനിൽ എക്സാം എഴുതുന്നതാണെങ്കിൽ നിങ്ങളൊരു ഓൺലൈനിൽ അല്ല ഓഫ്ലൈനിലാണ് നിങ്ങൾ ഒരു സെൻറ്റർ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇവിടേക്കാണ് ആ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ ഈ ഒരു റീജൻസിലാണ്. പക്ഷെ നമുക്ക് മിക്കവാറും എല്ലാ പിള്ളേരും ഓൺലൈൻ എക്സാമിനേഷൻ ആണ് എഴുതാൻ പോകുന്നതാണ് എൻ്റെ ഒരു വിചാരം. യെസ്, സോ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഓഫ്ലൈൻ സെൻറ്ററിലാണ് എഴുതാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്തൊക്കെയാണ് ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രോയിൽ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ 5 ദിവസം നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ് ടു 100% ചിലപ്പോൾ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കാതെ, ഓക്കെ, ഒരു പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് കോമ്പറ്റേറ്റീവ് എക്സാം ആയ നീറ്റ്, അതുപോലെ തന്നെ JEE അങ്ങനെയുള്ള എല്ലാ എക്സാമിനും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും. ആൻഡ് നെക്സ്റ്റ് ബാക്കിയുള്ളവർക്കൊന്നും ഒന്നുമില്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ അഷ്യൂർഡ് ആയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ്സ് ഉണ്ട്. സോ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും ഡ്രോൺസ്, മൊബൈൽസ്, സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ഗിഫ്റ്റ് തരുന്നുണ്ട്. ആൻഡ് അത് കൂടാതെ 3 months ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഫോർ വേദാന്തു ഡൗട്ട് ക്ലിയറിംഗ് ആപ്പ്. ഓക്കെ, ഡൗട്ടിൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദാന്തുവിന് ഡൗട്ട് ക്ലിയറിംഗ് ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിങ്ങൾ ബൈ ചെയ്യാനുള്ളതാണ്. അത് ആക്ച്വലി പെയ്ഡ് കോഴ്സസിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ട് നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ അപ് ടു 3 months, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 monthsന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും, അതായത് നിങ്ങളുടെ സിലബസിൽ അടങ്ങിയിരിക്കുന്ന എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കുക. വിത്തിൻ 1 minute നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾ ഇന്ത്യ ആൾക്കാരുമായിട്ട്, അതായത് നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ റാങ്ക് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നുള്ളത്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ബ്രോഡ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ട് 12th പഠിക്കുന്ന, അത് മാത്രമല്ല നിങ്ങളൊരു നീറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ JEE വേണ്ടിയിട്ടും ഡ്രോപ്പറായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, അപ്പോൾ നിങ്ങൾ ആരും ഇനി വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഓൺലി 3 days റിമൈനിങ്. ഓക്കെ, ആകെ 3 ദിവസം മാത്രമേ, 3 days റിമൈനിങ്. ഓക്കെ, സോ ആരും മിസ് ചെയ്യേണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടട്ടെ. യെസ്, ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതിനേക്കാളും മുന്നേ ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യത്തിൻ്റെ അപ്ഡേറ്റ്സും, അത് മാത്രമല്ല നോട്ട്സ്, PYQs, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേദാന്തുവിൻ്റെ ഒരു ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, സോ അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.